അത് 237 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ വരുമ്പോൾ വ്യക്തമായ ആധിപത്യം ഈ ഘട്ടത്തിൽ ഏതാണ്ട് 9:40 ആകുമ്പോൾ എൻ ഡി എക്കുണ്ട്. 152 സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 34 സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ അധികമായി ലീഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ സഖ്യം 80 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 31 സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അവർക്കുണ്ട്. മറ്റുള്ളവർ എല്ലാ കാലത്തും ബീഹാറിൽ വലിയ ഫാക്ടർ ആവാറുള്ളതാണ്. പക്ഷേ ഇത്തവണ 3 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. JSP ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഏതായാലും മേഖല തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ വ്യക്തമായ ആധിപത്യം എല്ലാ മേഖലകളിലും NDA സഖ്യത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സീമാഞ്ചലാണ് 35 സീറ്റുകളാണ് സീമാഞ്ചൽ പ്രദേശം, പ്രത്യേകിച്ച് കിഷൻഗഞ്ചും ഒപ്പം തന്നെ കട്ടിഹാറും അരാരിയ അടക്കമുള്ള പൂർണിയ അടക്കമുള്ള മേഖലകൾ ഉൾപ്പെടുന്ന സീമാഞ്ചൽ. ആ സീമാഞ്ചൽ മേഖലയിലെ 35 സീറ്റുകളാണുള്ളത്. അതിൽ തന്നെ പല മണ്ഡലങ്ങളും ഏതാണ്ട് 40 മുതൽ 65% വരെ ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലങ്ങളാണ്. അവിടെ NDAക്ക് കൃത്യമായ ആധിപത്യമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. 21 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. ഇന്ത്യ സഖ്യത്തിന് 12 സീറ്റുകളാണ് ലീഡ് ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ തവണയും ഈ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് NDA തന്നെയാണ് അവിടെ കൂടുതൽ സീറ്റുകൾ നേടിയത്. അവിടെ ഒവൈസിയുടെ പാർട്ടി കഴിഞ്ഞ തവണ സീമാഞ്ചൽ മേഖലയിൽ 5 സീറ്റുകൾ നേടിയിരുന്നു. ഇത്തവണ പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇന്ത്യ സഖ്യത്തിന് ഈ ഘട്ടത്തിൽ 3 സീറ്റുകൾ അധികം നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും NDA 21 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതായത് കഴിഞ്ഞ തവണ അവർ എത്ര സീറ്റ് നേടിയോ ആ സീറ്റുകൾ ഈ ഘട്ടത്തിൽ നിലനിർത്താൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ JDUവിന് സ്വാധീനമുണ്ട്. BJP കഴിഞ്ഞ തവണ സീറ്റുകളിൽ വിജയിച്ചതാണ്. അവിടെ ഏതായാലും 21 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ് NDA. JSP ആ മേഖലയിലാണ് 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ 1 സീറ്റിലും സീമാഞ്ചൽ മേഖലയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സീമാഞ്ചൽ മേഖലയിലെ സാഹചര്യം. സീമാഞ്ചൽ മേഖലയിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യ സഖ്യം പുലർത്തിയിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതല്ല സാഹചര്യം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഗധ് മേഖലയാണ് മറ്റൊരു പ്രധാനപ്പെട്ടത്. മഗധ് മേഖല 47 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ ഒന്നാം ഘട്ടത്തിൽ, അതായത് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന 121 മണ്ഡലങ്ങളിൽ 61 സീറ്റ് ഇന്ത്യ സഖ്യം വിജയിച്ചതാണ്. അതിൽ തന്നെ ആ ഒരു കഴിഞ്ഞ തവണത്തെ കുതിപ്പിന് RJD 75 എന്ന കണക്കിലേക്ക് എത്തിച്ചതിൽ പ്രധാനപ്പെട്ട ഫാക്ടർ ആയത് മഗധ് മേഖലയായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ ഇത്തവണ അവിടെ വലിയ തിരിച്ചുവരവ് NDA നടത്തുകയാണ്. 13 സീറ്റാണ് ഈ ഘട്ടത്തിൽ അധികമായി അവർ ലീഡ് ചെയ്യുന്നത്. മഗധ് മേഖലയിൽ ആകെ ഈ കണക്കുകൾ നമ്മുടെ മാജിക് വാൾ സൂചിപ്പിക്കുന്ന 47 മണ്ഡലങ്ങളാണ്. അതിൽ തന്നെ NDA ആണ് 30 സീറ്റുകൾ ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യത്തിന് 17 സീറ്റുകളിലാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് മഗധ് മേഖലയെ കുറിച്ചുള്ള സാഹചര്യം. ഇനി മിഥിലയിലേക്ക് വരുമ്പോഴും മിഥിലയിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ NDAക്ക് 24 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4 സീറ്റുകൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇന്ത്യ സഖ്യം 11 സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത്. അതാണ് മിഥിലയിലെ സാഹചര്യം. ഇനി മറ്റു മേഖലകളിലേക്ക്, ഭോജ്പൂർ അടക്കമുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ ഭോജ്പൂരിലും സമാനമായ സാഹചര്യം. NDA പക്ഷേ ഭോജ്പൂരിൽ അങ്ങനെയല്ല. ഭോജ്പൂരിൽ കാര്യങ്ങൾ തിരിയുകയാണ്. കഴിഞ്ഞ തവണ NDA നേട്ടമുണ്ടാക്കിയ NDAക്ക് തന്നെയാണ് അവിടെയും നേട്ടം. അവിടെ 9 സീറ്റുകൾ ഈ ഘട്ടത്തിൽ അധികമായി നേടിയിട്ടുണ്ട്. 20 സീറ്റുകൾ കഴിഞ്ഞ തവണ 11 സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ 20 എന്ന കണക്കിലേക്ക് എത്താൻ NDA സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം അവിടെയും തിരിച്ചടിയാണ്. ഇന്ത്യ സഖ്യത്തിന് ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ 24 എന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ NDAക്കും ആ മേഖല വെച്ച് നോക്കുമ്പോൾ നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു മുന്നേറ്റം നടത്താൻ NDA സഖ്യത്തിന് സാധിക്കുന്നു എന്നാണ് ആദ്യഘട്ടത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 65% സീറ്റുകളിലും മുന്നേറുന്നത് NDA സഖ്യമാണ്. വലിയ മുന്നേറ്റമാണ് ഇത്. 50 കടന്ന് 60 കടന്ന് ഏകദേശം 65% സീറ്റുകളിലും ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യമാണ്. ഇനി ഒരു 5 സീറ്റുകളുടെ ലീഡ് മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലും ഇത്രയും വന്നിട്ടില്ല എങ്കിൽ പോലും കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് NDA വരുന്നു എന്നുള്ളതാണ്. 100 കടന്ന കണക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വരുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ വൈകും. പക്ഷേ ഇത് ഓരോ ബൂത്തിൽ നിന്നും വരുന്ന വിവരം ആദ്യ മിനിറ്റിൽ തന്നെ വിവരം കിട്ടിത്തുടങ്ങിയതാണ്. ഒരു മാറ്റവും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. 156 സീറ്റുകളിലെ ലീഡ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് NDA. അതിൽ തന്നെ 68 സീറ്റുകളിൽ BJP
68 സീറ്റുകളിൽ JDU. യെസ്, വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടം മുതൽ NDAയുടെ ഒരു കുതിപ്പ് നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ സാധിച്ചിരുന്നു. നേരത്തെ ER രാഗേഷ് സൂചിപ്പിച്ചതുപോലെ മിഥുല പോലെ അതീവ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഏതാണ്ട് 6.6% വോട്ടർമാർ ആണ് ബീഹാറിൽ ഈ മിഥുല മേഖലയിലെ ഏറ്റവും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് പോലുമുള്ളത്. അവിടെ അടക്കം BJPക്കും NDAയ്ക്കും അവരെ ഒപ്പം നിർത്താൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് മുന്നാക്ക വിഭാഗങ്ങളെ അതിപിന്നോക്ക വിഭാഗങ്ങളെ അടക്കം ഒപ്പം നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു ഹിന്ദുത്വ കാർഡ് BJPയും NDAയും ഈ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയിരുന്നു. അത് വിജയിക്കുന്നു തന്ത്രപരമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും BJPക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, NDAയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് 7 മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം 35 ആണ്. അത് ജനസംഖ്യ ആനുപാതികമായി വളരെ കുറവാണ് എന്ന് വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുകയും അത് ഒവൈസിക്ക് വേണ്ടി പോൾ ചെയ്യപ്പെടുകയും ചെയ്ത മറുഭാഗത്ത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം തന്നെയായിരുന്നു BJP ലക്ഷ്യം വെച്ചത്. അങ്ങനെ ഒരു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ ഇത്തവണ ബീഹാറിൽ വിജയക്കൊടി പാറിക്കാം എന്ന ഒരു പൊതു നിരീക്ഷണവും വിലയിരുത്തലും BJPക്ക് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ JDU നിലനിന്നതോടുകൂടി ഇത് ആ തന്ത്രങ്ങൾ വിജയിക്കുന്നു. 157 സീറ്റുകളിൽ 238 മണ്ഡലങ്ങളിലെ സീറ്റ് നില ലീഡ് നില പുറത്തു വരുമ്പോൾ 156 മണ്ഡലങ്ങൾ 157 മണ്ഡലങ്ങൾ അങ്ങനെ ഇഞ്ചോടിഞ്ച് മാറി മാറിയുകയാണ് NDAയുടെ സീറ്റ് നില. മറുഭാഗത്താകട്ടെ ഒപ്പമെത്താൻ കിതയ്ക്കുന്ന മഹാസഖ്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് 1-2 സീറ്റുകളുടെ പിന്നിലല്ല, മറിച്ച് ഇരട്ടിയിലധികമാണ് ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുന്നത്. 77 സീറ്റുകളിൽ മാത്രമാണ് മഹാഗഡ്ബന്ധന് ഇപ്പോൾ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത് എങ്കിൽ 157 എന്ന വ്യക്തമായ ഒരു ലീഡിലേക്ക് പോകുന്നു. ഈ ഒരു ട്രെൻഡിന് ഇനി മാറ്റമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം വോട്ടുകൾ ഏതാനും